ഓം ശൈവദർശനം ഭാഗം 17. ചിത്സ്വരൂപികളായ ആത്മഭാവങ്ങളെ സപ്രേമം വന്ദേ മാതരം. അണു അണിമാവാണ്. ജഗത്തിൽ മഹിമ, ഭൂലോകം പോലെ മാഹാത്മ്യമുള്ളത് അണിമാവ്. അണിമാ മഹിമാ ചൈവ ലഘിമാ ഗരിമാ തഥാ ഈശത്വം ച വശിത്വം ച പ്രാപ്തഃ പ്രാകാശമേവ ച എന്ന് ശ്രുതി ഉദ്ഘോഷിക്കുന്നു. ശിവൻ്റെ വലത് കൈയിൽ ഉടുക്ക് അല്ലെങ്കിൽ തുടിയുണ്ട്. അത് സൃഷ്ടിതത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. താഴ്ന്ന വലത് കരം തൃക്കരമാണ്. ഇടത് തൃക്കരം അഗ്നി ശമന ഭാവത്തെ സൂചിപ്പിക്കുന്നു. തൃപ്പാദം തിജോഭാവ തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. തൃക്കൺ ഭാവം സംഹാരതത്വം. ഇതെല്ലാം പ്രതീകാത്മകമായ പദങ്ങളാണ് ശിവതത്വത്തിൽ വരുന്ന. 9 കന്യകകൾ ദേവിമാരുണ്ട്. താര, ഉഗ്ര, മനോഗ്ര, വജ്ര, കാളി, സരസ്വതി, കാമേശ്വരി, ചാമുണ്ടാദേവി. ഇങ്ങനെ 9 കന്യകാ ദേവികൾ. ഓരോ ദേവിയും ഓരോ ഗുണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആത്മഭാവങ്ങളെ പല പ്രതീകാത്മകമായ പദങ്ങൾ ശൈവദർശനത്തിൽ കാണാൻ കഴിയും. കേസരി യോഗം ഉള്ളവർ ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നു. ജ്യോതിഷപ്രകാരം പല യോഗങ്ങളുണ്ട്. അതിലൊരു യോഗത്തിൻ്റെ പേരാണ് കേസരി യോഗം. ആ യോഗമുള്ള വ്യക്തി, സ്ത്രീ ആയാലും പുരുഷനായാലും, ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ ദുഃഖങ്ങളെയും ക്ഷമയോടുകൂടി തരണം ചെയ്ത് വിജയം വരിക്കുകയും ചെയ്യുന്നു. സന്യാസം ബ്രഹ്മമാണ്. സന്യാസി അഖണ്ഡാനന്ദം അനുഭവിക്കുന്നു. ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം ആനന്ദാനുഭവമാണല്ലോ. ആത്മബോധം കുറയുമ്പോൾ ജീവബോധം, ജഗത് പ്രതിഭാസം വർദ്ധിക്കും. അത് സ്വാഭാവികമാണ്. ആത്മബോധത്തിനും ജഗത് ബോധത്തിനും ഇടയിൽ മായ സ്ഥിതി ചെയ്യുന്നു. ജീവൻ്റെ യഥാർത്ഥ സുഖം എന്താണ്? ആരും അറിയുന്നില്ല. അത് എവിടെയാണ്, എന്താണ്? ഓതിയാലും ഗ്രഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതറിയുന്നവരിൽ ശിവൻ പ്രസാദിക്കും. എന്താണ് ജീവിതത്തിലെ സുഖം? അതറിഞ്ഞു കഴിയുമ്പോൾ ആ അറിവാളിയെ ശിവൻ പ്രകാശിപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു.
വശത്വം ജിതേന്ദ്രിയത്വമാണ്. ആരെയും തൻ്റെ വശത്തേക്ക് ആകർഷിക്കാനുള്ള ശക്തിയാണ് വശത്വം ഉള്ളവർക്ക്. യഥാ നദ്യഃ ശന്തമാനാഃ സമുദ്രേ തം ഗച്ഛതി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്തഃ പരാത്പരം പുരുഷമുപേതി ദിവ്യം. മുണ്ടകോപനിഷത്തിലെ വളരെ അർത്ഥഗർഭമായ ഒരു ശ്ലോകമാണത്. ഓംകാര പരം ച ബ്രഹ്മൈവ. ഓംകാര പരം ച ബ്രഹ്മൈവ. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യഹ പ്രയാതി ത്യജൻ ദേഹം സയാതി പരമാൻ ഗതി. ഗീത 8-ാം അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകവും ഓംകാര ധ്യാനത്തിൻ്റെ ഫലം പ്രവചിച്ചിരിക്കുന്നു. ദേവതാ ലക്ഷണമുള്ള ശിരസിൻ്റെ വലത് ഭാഗത്തെയാണ് ദേവന്മാർ കുടിയിരിക്കുന്നത്. അത് ചിറ്റമ്പലമെന്നും ചിദംബരമെന്നും തിരുവമ്പലമെന്നും പറയുന്നു. ദേവന്മാർ വസിക്കുന്നത് ശിരസിൻ്റെ വലത് ഭാഗം പുരികത്തിന് മുകളിലുള്ള ഭാഗം ചിറ്റമ്പലമാണ്. ചിത് പ്ലസ് അമ്പരം, ചിദാകാശ പ്രജ്ഞ അവിടെ പ്രകാശിക്കുന്നു, പടരുന്നു. ശിവൻ വാഴുന്ന ഇടം എല്ലാം ചിറ്റമ്പലമാണ്. ആനന്ദാത്ഭുതങ്ങൾ നിറഞ്ഞ ഇടമായിട്ട് മാറുന്നു. ശിവാരാധന ഉള്ളിടത്ത് എപ്പോഴും ആനന്ദ നടനമാണ് അനുഭവപ്പെടുന്നത്. സദാശിവദേവൻ അരുളിയ വേദതത്വമാണ് ആഗമം. ശ്രദ്ധിച്ചാലും സദാശിവദേവൻ അരുളിയ വേദതത്വമാണ് ആഗമം എന്നറിയപ്പെടുന്നത്. തുടികൊട്ടി കൂത്താടുക ആനന്ദ നടനമാണത്. ഠമരു, ഠക്ക, തുടികൊട്ടി കൂത്താടുന്നു. ജീവാത്മാ പരമാത്മാ ഭേദമില്ലാതെ രണ്ടും ഒന്നാണ്. ശിവവും ബ്രഹ്മവും ഒന്ന് തന്നെ. വിഷ്ടിയും സമഷ്ടിയും കാഴ്ചയിൽ മാത്രം ഭേദം, തത്വത്തിൽ ഒന്ന് തന്നെയാണ്. ഓം അക്ഷരബ്രഹ്മമാണ്. അക്ഷരബ്രഹ്മം അമൃതാണ്. 51 തമിഴക്ഷരങ്ങൾ തിരുമൂലരുടെ കാലത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 51 അക്ഷരാളി എന്നുള്ള നിർവചനം തന്നു വന്നിരിക്കുന്നത്. സപ്താക്ഷരങ്ങൾ ഓം, ഹ്രീം, നമഃശിവായ. ഇതിൽ 7 അക്ഷരങ്ങളുണ്ട്. അത്യന്തം പവിത്രം, ഭവ്യം, ദിവ്യം.
ലാസ്യം ആനന്ദ നടനമാണ്. സ്ത്രീകൃതമായ നൃത്തം, ഗൗരി നൃത്തമാണ് ലാസ്യം. താണ്ഡവം ശിവനടനമാണ്. നമഃ സ്വാധിഷ്ഠാന മണിപൂരകങ്ങളെ സൂചിപ്പിക്കുന്നു. നമഃ രണ്ടക്ഷരമുണ്ടല്ലോ. സ്വാധിഷ്ഠാന മണിപൂരകങ്ങളെ ഷഡാധാര ചക്രങ്ങളിൽ പെടുന്ന സ്ഥാനങ്ങളാണവ കുറിക്കുന്നത്. പഞ്ചാക്ഷര മന്ത്രം ജപിക്കുക. കാമക്രോധാദി മാനസികമായ ദുർവൃത്തികളെല്ലാം ശമിക്കും. ജീവൻ്റെ പ്രജ്ഞ, ഗരിമ പഞ്ചാക്ഷരി മന്ത്രജപത്തോടുകൂടി വളർന്ന് വരും. അതുപോലെ പഞ്ചാക്ഷര പാലകൻ ശിവനാണ്. ശിവനെ സൂചിപ്പിക്കുന്നൊരു പദമാണ് പഞ്ചാക്ഷര പാലകൻ എന്നത്. നമഃശിവായ എന്ന മന്ത്രത്തിൻ്റെ കർത്താവ്, സൃഷ്ടാവ്, ആ മന്ത്രജപം കൊണ്ട് ജീവിതത്തിലെല്ലാം നേടാൻ കഴിയുന്നുണ്ട്. എന്തും സാധ്യതപ്രായമാക്കുകയും ചെയ്യും. അം ഹ്രീം ഹം ഛം ആം ഈ മന്ത്രാക്ഷരങ്ങൾ ജപിക്കുമ്പോൾ ബ്രഹ്മാനന്ദാനുഭൂതിയാണ് ഉണ്ടാകുന്നത്. ഒന്നുകൂടെ പറയാം. അം ഹ്രീം ഹം ഛം ആം ബ്രഹ്മാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന മന്ത്രാക്ഷരങ്ങളാണ്. ഓരോ അക്ഷരവും ഓരോ മന്ത്രമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഹര ഹര മഹാദേവ ഒരു മന്ത്രമാണ്. ഹര ഹര ഓം ഹര ഹര മഹാദേവ ശംഭോ മഹാദേവ. ഇതെല്ലാം ശിവാരാധകർ അവരുടെ ശ്രീമുഖത്തിൽ നിന്നും ഉച്ചരിക്കപ്പെടുന്ന പദങ്ങളാണ്, ശിവസംബോധനയാണ്. ഹം സം അത് തന്നെയാണ് സോഹം. സോഹം സഹ അഹം. ആ ഈശ്വരൻ, ആ പരമാത്മാവ്, ആ ശിവതത്വം ഞാൻ തന്നെയാണ്. അതിൻ്റെ ചുരുക്കി പറയുന്ന ഭാവമാണ് സോഹം സോഹം സോഹം. മെല്ലെ മെല്ലെ ശാന്തമായിട്ട് മധുരമായിട്ട് നിവർന്നിരുന്ന് പത്മാസനത്തിരുന്ന് ജപിക്കുക. എന്തൊരാനന്ദമെന്നോ. ആത്മഭാവങ്ങളെ ഇന്നത്തെ സത്സംഗം ഇവിടെ നമ്മൾ ഉപസംഹരിക്കുന്നു. വളരെ ഏകാഗ്രതയോടുകൂടി സംയമനത്തോടുകൂടി ശിവതത്വങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് ചിതറിക്കിടക്കുന്നത് ക്രോഡീകരിച്ച് പറയുകയാണ്. അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഉത്തരോത്തരം ജീവിതത്തിൽ ഐഹികവും ആധ്യാത്മികവുമായ ഉന്നതി എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. സ്വസ്ത്യസ്തു ശുഭമസ്തു. സന്തു മംഗള സദാനി.